ഹലോ പറളിയ. എന്താ, ഞാൻ വാട്സാപ്പിൽ ഒരു നമ്പർ അയച്ചിട്ടുണ്ട്. കൂടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇഷ്ടപ്പെട്ടാ നീ ഒന്ന് വിളിച്ചു നോക്ക്. മലയാളിയാണ്, അതുകൊണ്ട് റേറ്റ് കുറച്ച് കൂടുതലാണ്. ആ, ഞാൻ നോക്കട്ടെ. ഹലോ. ഹലോ മാഡം, എൻ്റെ പേര് അർജുൻ. ഇപ്പോൾ എങ്ങനെയുണ്ട് റേറ്റ് ഒക്കെ? 1 hour ആണ് 3000. ഒരു ഡേ ഫുൾ നൈറ്റ് ആണ് 10000 ആണ്. ഓ, അങ്ങനെയാണോ? എന്നാൽ എനിക്ക് ലൊക്കേഷൻ ഒന്ന് അയക്കാവോ? ഇന്ന് വേറെ കസ്റ്റമർ ഒന്നും ഇല്ലെങ്കിൽ ഇന്നൊരു നൈറ്റ് എൻ്റെ കൂടെ. ഓക്കെ, എന്നാ ഇന്ന് വൈകുന്നേരം ഒരു 7 മണിക്ക് വന്നോളൂ. ശരി. എന്നാ പിന്നെ തുടങ്ങിയാലോ? അതെ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ. സോ അതിൻ്റെ ഒരു ടെൻഷൻ അത് മാറുന്നവരെ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചോ. ഇയാളിവിടെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയാണോ ഉള്ള ക്യാഷ് മുടക്കി ഇങ്ങോട്ട് വന്നത്? എൻ്റെ പേരെന്തുവാ? എന്തിനാ എൻ്റെ പേര് അറിയുന്നേ? തനിക്ക് തൻ്റെ കാര്യം നടന്നു കിട്ടിയാൽ പോരെ? പേര് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. എന്ത്? താൻ എങ്ങനെയാ ഈ തൊഴിലേക്ക് വന്നത്? ഇയാൾ എൻ്റെ ശരീരം തേടി വന്നതോ അതോ എൻ്റെ ജീവചരിത്രം എഴുതാൻ വന്നതോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണെന്ന്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനുണ്ട്. അത് മാറാൻ വേണ്ടി കുറച്ചൊരു സംസാരിക്കാൻ വിചാരിച്ചു. താനൊരു കസ്റ്റമറായിട്ട് കണ്ട്, ഒരു ഫ്രണ്ടായിട്ട് കണ്ട് പറഞ്ഞൂടെ? എൻ്റെ കഥ പറഞ്ഞു തുടങ്ങാനാണെങ്കിലേ താൻ ഇപ്പം വന്ന ഒരു കാര്യവും നടക്കത്തില്ല. എടോ, അത് കുഴപ്പമില്ല. രാവിലെ ഒരു സമയമുണ്ടല്ലോ, തനിക്കുള്ള പേയ്മെൻറ്റ് ഞാൻ അങ്ങ് തന്നോളാം. അത് വിഷമിക്കടാ. കാര്യം പറ.